പല നാൾ കള്ളം ഒരു നാൾ പെടുമെന്ന് കേട്ടിട്ടില്ലേ? നേരിട്ട് കാണാം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പ്രധാനമന്ത്രിക്ക് നൽകിയ മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പരാതി പോയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ടാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് ഒടുവിൽ വിസിലിന് വന്നപ്പോൾ വിസിൽ പറഞ്ഞ മറുപടി വിശദാംശങ്ങൾ പിന്നാലെ വരാം. ഒരു വരി ഇങ്ങനെയാണ് മറുപടി. 28/1 പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ്. ടെമ്പററി റോഡ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ പോർട്ട് അപ്രോച്ച് റോഡ് ആൻഡ് NH66 has also been established. ഇന്നലെ രാവിലെ ഇത് 28/1 പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇൻവോൾവ് ആകുന്ന തരത്തിൽ കൊടുത്ത മറുപടിയാണ്. പക്ഷെ നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ചു പോകുന്നതിനിടയിൽ ആർക്ക് എന്ത് മറുപടി കൊടുക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെ ഇന്നലെ 2-ാം തീയതി റോഡിന്റെ ഈ വിസിൽ കണക്ട് ചെയ്തു എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്ന റോഡിന്റെ അവസ്ഥ ശ്രീ ജോണി നമുക്ക് കാണിച്ചു തരുന്നു. ഗുഡ് മോർണിംഗ് സാർ. അല്ല ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ്. പക്ഷേ ഇന്ന് തൽക്കാലം ഒരു വർക്ക് നടക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ലൈവ് സിറ്റുവേഷൻ. ഒരു ചെറിയ ഏരിയ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു സെയിലിംഗ് കമന്ററി ഒരു പരാതി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തതിന്റെ ഒരു വിവരം അറിയിച്ചിരുന്നു. താങ്കളുടെ പരാതി അപേക്ഷ ഇന്ന തീയതിയിലെ അപേക്ഷ മുഖ്യമന്ത്രിയുടെ കാര്യാലയം തുടർ നടപടിക്കായി MD വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് കൈമാറിയിട്ടുണ്ട്. പ്രസ്തുത ഓഫീസിലെ ചാർജ് ഓഫീസറുടെ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. ജയകുമാർ. ഇപ്പൊ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ശ്രീ ജയകുമാർ റിട്ടയർ ചെയ്തത് 2024 ജനുവരിയിലാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉണ്ട് അതിനകത്ത്. ഇത് 1 മാസം മുമ്പോ 1.5 മാസം മുമ്പോ സെയിലിംഗ് കമ്പനി റിപ്പോർട്ട് ചെയ്തതാണ്. ഇനിയാണ് ഇതിന്റെ എന്താണ് പറയുക, ഉൾപ്രേക്ഷ പരിണാമഗുപ്തി. ഈ പരാതി ഒറിജിനേറ്റ് ചെയ്തത് നവംബർ മാസത്തിലാണ്. നവംബർ മാസം 1-ാം തീയതിയാണ് തിരുവനന്തപുരത്തിരിക്കുന്ന ഒരാൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി അയക്കുന്നു. ഇവിടെ ഗേറ്റ് തുറക്കുന്നില്ല, ഇമ്പോർട്ടിംഗ് നടക്കുന്നില്ല, റോഡ് കണക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു പരാതി അയക്കുന്നു. ആ പരാതി കുറെ നാൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നും കിട്ടാത്തപ്പോൾ അദ്ദേഹം 21/11/25 വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ റിമൈൻഡറായിട്ട് അയക്കുന്നു. ഉടനെ കാര്യങ്ങൾക്ക് വേഗത വരുന്നു. അവിടുന്ന് കത്ത് തിരുവനന്തപുരത്ത് വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്നു. മുഖ്യമന്ത്രി അത് വിസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലോട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇൻവോൾവ് ആയ ഒരു വിഷയമാണിത്. മുഖ്യമന്ത്രിക്കല്ല പരാതി കൊടുത്തത്, പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി വിസിലെത്തിയിരിക്കുന്നു. അങ്ങനെ കിട്ടിയ പരാതിക്ക് 28/1 വിസിൽ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. റിഗാർഡിംഗ് എക്സിംഗ് ഓപ്പറേഷൻസ്, ദ പോർട്ട് ഹാസ് സെക്യൂർഡ് ഓൾ റിക്വയർഡ് ക്ലിയറൻസസ് ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് കമൻസ്മെന്റ് എക്സ്പെക്ടഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി 2026. ഇന്നിപ്പോ ചൊവ്വയായല്ലോ. ഇനി ബുധൻ, വ്യാഴം, വെള്ളി, പരമാവധി ശനി. ഇനിയൊരു 4-5 ദിവസം കൂടെയുണ്ട്. എന്താണ് കമൻസ്മെന്റ് എക്സ്പെക്ടഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി. ഈ ആഴ്ച ഗേറ്റ് തുറക്കണം, എക്സിം കാർഗോ അകത്തോട്ടും പുറത്തോട്ടും പോകണമെന്ന് പ്രധാനമന്ത്രിക്കാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. കാരണം പരാതി കൊടുത്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്. അപ്പോൾ വിസിൽ ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുന്ന വിധത്തിലാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. കാരണം
ഗേറ്റ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരാതി ഒന്നുകൂടി വിസിലിന്റെ കത്തടക്കം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ട് അയക്കാൻ പരാതിക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ചങ്കൂറ്റമാണ്. എന്താണ് വരി പറയുന്നത്? ടെമ്പററി റോഡ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ പോർട്ട് അപ്രോച്ച് റോഡ് ആൻഡ് NH66 ഹാസ് ഓൾസോ ബീൻ എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് 28-ാം തീയതി എഴുതുമ്പോൾ 2-ാം തീയതി ഒരു കണക്ഷനും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇനി കത്തിന്റെ തുടക്കത്തിലോട്ട് വരാം. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിൽ ദി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് 20/11/25 ഹാസ് ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് Vizhinjam International Seaport as an immigration checkpost ICP under the Immigration and Foreigners Act 2025. പോർട്ടിന് ICP പദവി ലഭിച്ചു. അപ്പൊ എപ്പോ ആളുകളെ, പാസഞ്ചേഴ്സിനെ, ക്രൂവിനെ എല്ലാവരെയും അകത്തോട്ടും പുറത്തോട്ടും വിടുന്നതിന്റെ എല്ലാ അനുമതിയും ലഭിച്ചു. ഇനി ദിസ് ഡെസിഗ്നേഷൻ എനേബിൾസ് ദ പോർട്ട് ടു ഹാൻഡിൽ dedicated immigration clearances for passenger and crew, streamlining entry and exit procedures. ഒരു ദിവസം എങ്ങാണ്ട് ഒരു കപ്പലില് 2-3 ജീവനക്കാർ പുറത്തിറങ്ങിയതല്ലാതെ ഇന്ന് വരെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റിയും അവിടെ നടന്നതായിട്ട് അറിവില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം സെയിലിംഗ് കമ്മിറ്റി അറിയിക്കുക. 3-ാമത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞ ഗേറ്റ് തുറക്കുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ സംഭവിച്ചിരിക്കുമെന്ന് ആദ്യമായിട്ടാണ് വിസിലിന്റെ ഒരു രേഖ പുറത്തു വരുന്നത്. അപ്പോ ഇവിടെ മുഖ്യമന്ത്രി പറ്റിക്കുന്നു, പോർട്ട് വകുപ്പ് മന്ത്രി പറ്റിക്കുന്നു, സകല ആളുകളും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പാർട്ടി പത്രം പറ്റിക്കുന്നു. എന്താണ്? 24-ാം തീയതി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം വണ്ടിയിൽ കാർഗോ ഇങ്ങ് വരുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ സകലരെയും പറ്റിക്കുന്ന കൂട്ടത്തിൽ വിസിൽ ഒരു സാധാരണക്കാരനല്ലേ, ഒരു ചീള് കേസ്, ഒരു മറുപടി അങ്ങ് എഴുതി കൊടുത്തേക്ക് എന്ന് മുതലാളിമാർ പറഞ്ഞു. അങ്ങ് എഴുതി കൊടുത്തു. പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ പ്രധാനമന്ത്രിയെയാണ് പറ്റിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം അദ്ദേഹം തീരുമാനമെടുത്തു. ഈ ആദ്യ ആഴ്ച 2 കഴിഞ്ഞല്ലോ, 3, 4, 5 ഈ ആഴ്ചക്കുള്ളിൽ തുറന്നില്ലെങ്കിൽ ഈ വിസിലിന്റെ മറുപടിയോടൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രിയെ പറ്റിച്ചു എന്നുള്ള തരത്തിൽ അദ്ദേഹം പരാതി പ്രധാനമന്ത്രിയെ അറിയിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മളെ പറ്റിച്ചു, റോഡ് കണക്ട് ചെയ്യാതെ തന്നെ നമ്മളെയും പ്രധാനമന്ത്രിയെയും പറ്റിച്ചു. ഇനി ഗേറ്റ് തുറക്കുമോ ഇല്ലയോ എന്നുകൂടിയാണ് അറിയേണ്ട കാര്യം. കൃത്യമായിട്ടും ഫെബ്രുവരി 28-ാം തീയതിയാണ്, ജനുവരി 28-ാം തീയതി എഴുതുന്ന കത്തായതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഇത് തുറക്കാൻ പറ്റുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ എഴുതിയത്. ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത നടപടിയെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ കഥ ഡൽഹിയിൽ പരമാവധി എത്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ന്യൂസ് ലെറ്റർ, ഇംഗ്ലീഷ് ആണല്ലോ, അപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന അവിടെ എത്തില്ലായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് ആകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഡൽഹിയിലെ എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും എല്ലാ MP-മാർക്കും ഇത് അയച്ചു കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു മെസ്സേജ് അയക്കുക.